നമസ്കാരം. ഈ ആഴ്ചയിലെ ഓപ്പറേഷൻ ന്യൂ മീഡിയ ട്രോൾസ് ആൻഡ് ട്രെയിലേഴ്സ് നമ്മൾ തുടങ്ങിയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. തെരഞ്ഞെടുപ്പിങ് എത്തിക്കഴിഞ്ഞതോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ പണി തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിയിലും മുന്നണിയിലും ഒക്കെ മല്ലയുദ്ധം ജയിച്ചാണ് പലരും സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഇത്തവണയും ആ പതിവ് തെറ്റിയിട്ടുമില്ല. ജനവിധി തേടി ജയിച്ചു കയറുന്നതൊക്കെ വെറും മിനി പോരാട്ടം മാത്രമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ചില സീറ്റ് ചർച്ചകളൊക്കെ കണ്ടാൽ. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ട്രോൾ റിപ്പബ്ലിക് വേർഷനോടുകൂടി ഈ ആഴ്ചയിലെ കാഴ്ചകൾ നമുക്ക് തുടങ്ങാം. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി വരൂ. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. എന്തൊരു കഷ്ടം. ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലേ. 200 കൊടുത്താൽ ടയർ കിട്ടില്ലേ? ഇയാളാണ് ആള്. ഏട്ടാ പിടിച്ചോ, ഫ്രീയാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലാട്ട് ഖാലിയാക്കൽ, ബോംബെ, അഹമ്മദാബാദ്. വെറൈറ്റി അല്ലേ? ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ അടിച്ചു മാറ്റാൻ. ആരെങ്കിലും ഒരു കൊച്ചു മാരുതി കാർ കൊണ്ടുവന്നിട്ടിരുന്നെങ്കിൽ. PJ ജോസഫാണ് ഇത്തവണത്തെ മല്ലയുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളി. എന്നാൽ മാണി വിട്ടുകൊടുക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നുമില്ല. ഗോധയിൽ ഇപ്പോഴും പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, 40ന്റെ കൂടെ ഒരു 10,000 കൂടി ഇട്ടോ. പറ്റില്ല. ഒരു 5,000, ഒരു 1,000 ചുമ്മാ ശരി. 500 ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? ഇടുന്ന 200, 100 രൂപയുടെ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യന് ഇത്ര ആക്രാന്തം പാടില്ല. കൂടുതൽ പുഴിക്കത്തില്ലടാ. ഡൽഹിയിലുള്ള പിടികൊണ്ടൊന്നും ഈ അംഗം ജയിക്കാൻ കഴിയില്ല. അതിന് വേറെയും ഒരുപാട് അടവുകൾ പയറ്റണം. ടോം വടക്കൻ എന്തായാലും ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. തോറ്റാലും അങ്ങനെ കീഴടങ്ങാനൊന്നും വടക്കൻ തയ്യാറല്ല. പുതിയ അടവുകൾ പഠിക്കാൻ വടക്കൻ BJPയിൽ എത്തിക്കഴിഞ്ഞു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ ആവോ? കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മത്തങ്ങ തലയാന്ന് വിളിച്ചില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഇവൾ ഒരിക്കൽ ഇതൊക്കെ വരുത്തി വെച്ചത്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല.
വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നു. വടക്കൻ അതൊന്നും ഓർമ്മയില്ലെങ്കിലും നമുക്കതൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ട്. വടക്കൻ അറിയാലോ, കോൺഗ്രസിന്റെ ഒരു രീതി കാലങ്ങളായി അങ്ങനെയാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഒരുപാടുള്ളത് കൊണ്ട് അവിടെ പൊരിഞ്ഞ അടിയൊക്കെ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഹൈക്കമാൻഡിനെ സമ്മതിക്കണം. എങ്ങോട്ട് പോവുക? ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിൽ ആരും ഇങ്ങോട്ട് പറയേ, ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടി പൊടിക്കുകയാണ്. ശബരിമല പ്രചാരണ വിഷയമാക്കരുതെന്നൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ അതൊക്കെ കേൾക്കാൻ പറ്റുമോ? എന്തായാലും ട്രോളന്മാർക്ക് ഒരു വിശ്രമവുമില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ മാഷേ ശബരിമല? എന്തൊക്കെ പ്രചാരണ വിഷയങ്ങളാണ് കിടക്കുന്നത്. വെയിൽ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പാലക്കാട്ടൊക്കെ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു കഴിഞ്ഞു. യാത്രക്കാർക്ക് ചൂടിൽ നിന്ന് ആശ്വാസം നൽകാൻ പുതിയ സംവിധാനം കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. അത് കണ്ടിട്ട് വരാം. ഇത്തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ്ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ഈ വീഡിയോ വൈറലായതോടെ അപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടുത്തത്തിനുള്ള പുരസ്കാരവും കൊടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. എന്തായാലും ഡ്രസ്സൊക്കെ നനച്ചു വെച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് അല്പം സോപ്പ് പൊടിയിടാം. സർഫെക്സലിന്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സർഫെക്സലിന്റെ പരസ്യം ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും സർഫെക്സൽ ബഹിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള വലിയ ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. പരസ്യം കുറേ തവണ കണ്ടു നോക്കിയിട്ടും ഈ വികാരം വ്രണപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ബാക്കി പറയാം. बस घर से निकलो खेलो खेलो यारा रंग इंद्रधनुष के जैसे रह लो सारे संग. अब तो मार लो ना. सब खत्म. बाहर आजा, सब खत्म हो गया. मैं तुझ में तू मुझ में अपनी दोनों की है एक ही दास्तां. अपनों के संग रंग लाए संग.
नमाज पढ़कर आता हूँ, बाद में रंग पड़ेगा। अपनेपन के रंग से औरों को रंगने में दाग लग जाए तो दाग अच्छे हैं। सर्फ एक्सेल। എന്തായി വികാരം വ്രണപ്പെട്ടോ? എന്തായാലും ട്രോൾ ലോകത്ത് സർഫ് എക്സൽ ആഘോഷം തുടരുകയാണ്. बाहर आ जा, सब खत्म हो गया। मैं तुझ में तू मुझ में अपनी दोनों की है एक ही दास्तां। अपनों के संग रंग लाए संग। नमाज पढ़कर आता हूँ, बाद में रंग पड़ेगा। अपनेपन के ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നമ്മുടെ ഈ മിഷൻ പൂർത്തീകരിക്കാൻ രസകരമായ വിശേഷം എന്താണെന്നറിയോ? ഈ സർഫ് എക്സലിനോടുള്ള വെറുപ്പ് കാരണം ചിലർ ആളുമാറി എത്തിയത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പേജിലാണ്. പാവം മൈക്രോസോഫ്റ്റ് എക്സൽ എന്ത് പിഴച്ചോ ആവും. ചിലർ 1 സ്റ്റാർ റേറ്റിംഗ് നൽകിയാണ് പേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ പണിയൊക്കെ ഒപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? പരസ്യം കയറി അങ്ങ് വൈറലായി. പരസ്യം 8 മില്യൺ വ്യൂസും കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ അനീഫയുടെ ഈ അവസ്ഥയാണ് ഇപ്പോൾ സർഫ് എക്സലിന്. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഭാരത് മാതാ കി ജയ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ എപ്പിക് റിപ്ലൈ ഏതാണെന്ന് നോക്കാം. ഈ പുരസ്കാരത്തിന് ഈ ആഴ്ച മറ്റ് നോമിനേഷനുകളില്ല. മന്ത്രി എം മണി മാത്രം. ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നതിന് ഇങ്ങനെയൊക്കെ വാരാമോ മണിയാശാനെ? മണിയാശാൻ റോക്സ്. ഇനി നമുക്കൊരു ഇടവേളയിലേക്ക് പോകാൻ സമയമായി. ചിരിക്കാഴ്ചകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. SSLC പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. ഒരു കെമിസ്ട്രി ചോദ്യപേപ്പർ ഉണ്ടാക്കിയ പുകിലൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കുട്ടികളൊക്കെ നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇനി നമുക്ക് ടിക്ടോക്ക് കാഴ്ചകളിലേക്ക് പോയാലോ. ഇത്തവണയുണ്ട് നല്ല അഡാർ ഐറ്റംസ്.
can't get closer than this. What was going through your mind in that last over? Well, we just needed the bowlers to bowl at the right spot, but not to forget, they are under tremendous pressure. I think they did really best to mount the... എനിക്ക് ടിക്ടോക്കിൽ ലൈക്ക് കിട്ടാത്ത കേരളത്തിൽ ഇനി ഞാൻ നിൽക്കില്ല. പോകല്ലേ നിങ്ങൾ പോകുകയായിരുന്നു. ഞാൻ വല്ല ബംഗാൾക്കോ എവിടേക്കെവിടേക്കും പോകുക. അവിടെ ആവുമ്പോ പിന്നെ കുപ്പിക്ക് വെള്ളം നിറച്ചാൽ ലൈക്ക് കിട്ടും, റോട്ട് കൂടി വെറുതെ നടന്നാൽ ലൈക്ക് കിട്ടും, ഒക്കത്തിനും ലൈക്കാ. ഈ കേരളത്തിലാണെങ്കിൽ എന്ത് കോപ്പായിട്ടും ലൈക്ക് കിട്ടും. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കോട്ട് പറയണം. സോറി, ശ്രീനാരായണ ഗുരു കോട്ടും ധരിക്കാറില്ലായിരുന്നു. നീ ഇത് ആരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികൾ ആരും വിശ്വസിക്കാൻ. I love you. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. മീൻകറി പൂച്ച നക്കിയതാ. അതൊന്നും സാരമില്ല. പൂച്ചയും നായും നക്കിയതൊക്കെ ഇവറ്റാൾ കഴിച്ചോളൂ. പൂച്ച നക്കിയത് ഞാൻ കഴിക്കൂല. അന്നെക്കാളും നല്ല വൃത്തിയുള്ള പൂച്ചയാ. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും തന്നാ മതി. ഒന്നുമില്ലെങ്കിൽ ഒരു മുറി തേങ്ങയോ. അണ്ണവിടെ ഭയങ്കര ചിരിങ്ങളേക്ക്. ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്താ ചെയ്യുന്നത്? മദാലസ. Mama, ven. Mamá, ven. Mamá, ven. Mamá, ven. വിയറ്റ്നാമിലെ കാടുകളിലുള്ള സുന്ദരന്മാരും സുന്ദരികളുമായ കുരങ്ങന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെ, ശരിക്കും അവർ സുന്ദരികളും സുന്ദരന്മാരുമാണ്. യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന BBC എർത്തിന്റെ ഒരു വീഡിയോ കാണാം ഇനി. It is here where they will rest and sleep through the hottest time of the day. While it can rain any time on Central, from September to December, the monsoon arrives, bringing torrential rainfall that is critical for the lush tropical vegetation that these primates rely on to survive. As the sky is clear, they continue to move through the canopy. Using their long tails for balance, dukes are able to leap up to 20 feet at a time from tree to tree. Moving quickly, they cross a vast expanse of forest in no time. While occasionally stopping to eat, they are now on the search for a familiar tree to call home for the night. The sun begins to set on San Cha Nature Reserve, bringing an end to the day for the red-shanked ducklinger. ഓപ്പറേഷൻ ന്യൂ മീഡിയ ട്രോൾസ് ആൻഡ് ട്രെയിലേഴ്സിലെ ഈ ആഴ്ചത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.